എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ലക്ഷ്മി പൂജ ടാരോ അബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം എങ്ങനെ ആത്മവിശ്വാസത്തോടെ നേരിടാം എന്നാണ് നമ്മൾ ഇന്ന് ടാരോനോട് ചോദിക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ 4 കാർഡുകൾ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ കാർഡ് കറന്റ് എനർജിയാണ് റീഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ 2 കാർഡുകൾ നിങ്ങൾ ഇന്ന് അറിയേണ്ട കാര്യം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശമാണ്. 4ാമത്തെ കാർഡ് ആ ഒരു ഗൈഡൻസിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു തരും. അപ്പോൾ റീഡിങ്ങിലേക്ക് കിടക്കാം. നിങ്ങളുടെ കറന്റ് എനർജിയാണ് റീഡ് ചെയ്യുന്നത്. വളരെ ഹൃദയവേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ആരെയെങ്കിലും നഷ്ടപ്പെട്ടതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പ്രവൃത്തികളോ വാക്കുകളോ നിങ്ങളെ ആഴത്തിൽ മുറിവേൽപ്പിച്ചതുമാവാം. ഇനി യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കാം. 2 കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്ത പല സാഹചര്യങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും. അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. ജീവിതത്തിന് പൂർണ്ണത വേണമെങ്കിൽ ഒരു ബാലൻസ് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അതിനായിട്ട് നമ്മൾ മറക്കാനും പൊറുക്കാനും പഠിക്കണം. മാത്രമല്ല, ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ പുറത്തു കടക്കാനായി പുതിയ അവസരങ്ങളോ വഴികളോ നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്ന് പുതിയ വഴികൾ തേടുക. നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെ അവസാനിക്കും, അല്ലെങ്കിൽ ഇത് നിങ്ങളെ എവിടേക്കാണ് കൊണ്ടെത്തിക്കുന്നത് എന്ന് നോക്കാം. 4 ഓഫ് പെന്റക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒരു സ്ഥിരതയും സുരക്ഷിതത്വവും ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ പ്രിയരെ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം മറികടക്കുക. അതിനായി മാപ്പ് കൊടുക്കേണ്ട സാഹചര്യങ്ങളോടും ആളുകളോടുമൊക്കെ പൊരുത്തപ്പെടുകയും നിങ്ങൾക്കായിട്ടുള്ള പുതിയ വഴികൾ തേടുകയും ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ പുതിയ സമാധാനത്തിന്റെ വെളിച്ചം ജ്വലിക്കുന്നത് അനുഭവിച്ചറിയാം. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.